CNN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഉത്രാട ദിനാശംസകൾ. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. കാർഷിക സമൃദ്ധിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി നാളെ തിരുവോണം. കാണം വിറ്റും ഓണം ഉണ്ണാൻ മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലായിരുന്നു. ഓരോ ഉത്രാടനാളും മലയാളികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ആഘോഷത്തിന്റെ ഓണമാണ്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള ഒന്നാംഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ നിർവഹിച്ചു. പാലക്കാട് MP വി കെ ശ്രീകണ്ഠന്റെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കുളക്കാട്ടുകുറിശി അണ്ണടമ്പിൽ നീലമംഗലം റോഡ് നാടിന് സമർപ്പിച്ചു. 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയത്. പ്രവർത്തനരഹിതമായ ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിലെ ഹൈമാസ്റ്റ് ലൈറ്റ് നന്നാക്കാത്ത നഗരസഭാ ഭരണത്തിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് MM ഷാജി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാർഷിക സമൃദ്ധിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി നാളെ തിരുവോണം. കാണം വിറ്റും ഓണം ഉണ്ണാൻ മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലായിരുന്നു. ഓരോ ഉത്രാടനാളും മലയാളികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ആഘോഷത്തിന്റെ ഓണമാണ്. തിരുവോണ ദിവസം തന്നെയാണ് ആഘോഷത്തിന്റെ തിമിർപ്പ് മുഴുവൻ. എങ്കിലും ഉത്രാടത്തിന്റെ, അതായത് ഒന്നാം ഓണത്തിന്റെ ആവേശം ഒന്ന് വേറെ തന്നെയാണ്. ഓണവിഭവങ്ങൾ സംഘടിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും. ഓണാഘോഷത്തിന്റെ അവസാന ദിവസം ഗംഭീരമായ സദ്യ ഒരുക്കാൻ ആവശ്യമായ പുതിയ പച്ചക്കറികളും മറ്റു വിഭവങ്ങളും വാങ്ങുന്നതിനായി ഓണത്തിന്റെ തലേന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നഗരത്തിലേക്കിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനെയാണ് ഉത്രാടപ്പാച്ചിലെന്ന് വിളിക്കുന്നതും. പൂവിപണിയും സജീവമായിരുന്നു. പച്ചക്കറിക്കടകൾക്കും തുണിക്കടകൾക്കും മുൻപിലാണ് വലിയ തിരക്കുള്ളത്. വഴിയോര കച്ചവടവും സജീവമായിരുന്നു. ന്യൂസ് ഡെസ്ക് CCN. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള ഒന്നാംഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ നിർവഹിച്ചു. സർക്കാർ തന്നെ സംവിധാനം കൃത്യമായി ഒരുക്കുമ്പോൾ ആ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ മറ്റൊരു സംവിധാനം കൂടി വന്നാൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. അത് പലപ്പോഴും താൽക്കാലിക സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നു. ഈ സംവിധാനം അതാത് കാലഘട്ടങ്ങളിൽ അതിൻ്റെതായ രീതിയിൽ നടന്നു പോകും. അവിടെ ഒരു സർക്കാർ സംവിധാനത്തിന് ബദലായി മറ്റൊരു സംവിധാനം വരുമ്പോൾ നാളെ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് സംവിധാനങ്ങൾ അറിയാം. അത് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ സർക്കാർ മേഖലയിൽ ഇതിൻ്റെ ആവശ്യമില്ല, സ്വകാര്യ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു, ഇത് വിട്ടു ചെയ്യാമെന്ന് അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് ഒരു ഉറപ്പും നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ള സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകും. അതിനെ തറക്കാൻ വട്ടമിട്ടുള്ളവർക്ക് നമ്മൾ അവരെ കൂടെ നോക്കാതിരിക്കും. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുള്ള പലരും അതിലേർപ്പെടുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുത. ഇത് കണ്ടെത്തി ഇവരെ ഈ സിസ്റ്റത്തിൽ പുറത്താക്കാൻ അറിയാത്തതുകൊണ്ടാണ്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഹജ്ജ് കർമ്മത്തിന് ഒരുങ്ങുന്നവർക്കായി വിപുലമായ പരിശീലന ക്ലാസുകളാണ് ഹജ്ജ് കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ ഒരുക്കിയ സൗകര്യങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഹാജിമാരെ സഹായിക്കുന്നതിനായി 600ഓളം ട്രെയിനിംഗ് ഓർഗനൈസർമാർ സൗജന്യ സേവനം നൽകി വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലാ കളക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ VR വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P മൊയ്തീൻകുട്ടി, മുഹമ്മദ് സക്കീർ, OV ജാഫർ, ഷംസുദ്ദീൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K കക്കൂത്ത്, നോഡൽ ഓഫീസർ അസൈൻ, ട്രെയിനർ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള 356 പേരും വെയിറ്റിംഗ് ലിസ്റ്റിലെ 6000 വരെയുള്ളവരും പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു. CCN മലപ്പുറം. 2 വർഷത്തിലധികമായി നിക്ഷേപങ്ങളോ പലിശയോ തിരിച്ചു കിട്ടാതെ ദുരിതം അനുഭവിക്കുന്ന തെന്നല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർ മലപ്പുറം കളക്ടറേറ്റ് മാർച്ച് നടത്തുകയും പട്ടിണിക്കഞ്ഞി സമരം സംഘടിപ്പിക്കുകയും ചെയ്തു. ഓണാഘോഷവേളയിലും നിക്ഷേപകർ ദുരിതത്തിലാണെന്ന് സമരക്കാർ പറഞ്ഞു. പണം തിരിച്ചു നൽകുക.
പ്രധാനമായും പ്രായമായവരും രോഗികളുമായ ആളുകളാണ് ബാങ്കിൽ പണം നിക്ഷേപിച്ചിരുന്നത്. ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ അവസ്ഥ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് സമരത്തിന്റെ ലക്ഷ്യം. അർബൻ സഹകരണ സംഘം നിക്ഷേപക സമിതി പ്രസിഡന്റ് PA തോമസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. MP ഹരിദാസൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന പട്ടിണിക്കഞ്ഞി സമരം രുക്മിണി അമ്മ വെന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവർ, നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ ദുഃഖം കുറച്ച് കുറഞ്ഞു. കാരണം എൻ്റെ നിരാശ എന്നങ്ങളെക്കാൾ നിരാശ നിങ്ങളുടെ മുഖത്തുണ്ട്. ഈ തുല്യ ദുഃഖിതരുടെ നിരാശ കാണുമ്പോൾ ഒരു സന്തോഷം വരും കേട്ടോ. എന്നെ നിങ്ങൾ അവിവേകിക്കുന്നൊന്നും പറയരുത്. പൈസ നഷ്ടപ്പെട്ട പോക്കറ്റ് അടിച്ച് 2-3 പേര് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവർ 5-6 പേര് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഒരു ധൈര്യം. എല്ലാവരെയും പൈസ പോയി തന്നെയാണ്. പക്ഷേ ഈ ധൈര്യം നമ്മളിങ്ങനെ അവലംബിച്ചു. നമ്മുടെ പൈസ എന്ത് പറ്റി? ആരാണ് നമ്മളെ പൈസ മോഷിച്ചത്? ഞാൻ പറയും, നമ്മളെ പൈസ മോഷിച്ചത് ഇവിടെ നമ്മുടെ കേരളം മാറി മാറി ഭരിച്ച അനിയൻ ബാബൻ ചേട്ടൻ ബാബ എന്നൊന്നുമല്ല ഞാൻ പറയണ്ടേ. UDF ഇല്ല, LDF ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇരട്ട പ്രസവിച്ച ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, അത് UDF ഉം LDF. CCN മലപ്പുറം. മഴ മാറിയതോടെ നെൽപ്പാടങ്ങളിൽ മീൻപിടുത്തം തകൃതിയായി. ഉഴുതുമറിക്കുന്ന വയലുകളിൽ മത്സരിച്ചാണ് യുവാക്കളും കുട്ടികളും മീൻ പിടിക്കുന്നത്. നാടൻ മത്സ്യങ്ങൾ നെൽപ്പാടങ്ങളിൽ സുലഭമാണ്. നെൽപ്പാടങ്ങളിൽ ട്രാക്ടർ ഇറങ്ങിയതോടെ മീൻപിടുത്തം തകൃതിയായി. ഉഴുതുമറിക്കുന്ന ട്രാക്ടറിനൊപ്പം കിതച്ചു പൊന്തുന്ന മീനുകളെ വെട്ടിപ്പിടിക്കുകയാണ് ഒരു സംഘം ആളുകൾ. അലിപ്പറമ്പിലെ കളത്തുംപാടത്താണ് ഈ കാഴ്ചയുള്ളത്. ആലിപ്പറമ്പിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ കൂട്ടമായി മീൻ പിടിക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മീനുകളുടെ എണ്ണം കുറവാണെന്ന് മീൻ പിടിക്കാൻ വന്നവർ പറയുന്നു. നമ്മുടെ 2 കണ്ടപ്പോൾ കൂട്ടിയിട്ടുള്ളൂ. അവിടെ 3ാമത്തെ കണ്ടത്തിലാണ് അധികം മീനുണ്ടാവല്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടുന്ന് കിട്ടിയിരിക്കുന്നത്. അതിൽ കൂടുതൽ മീൻ കിട്ടുന്ന മറ്റുള്ള ഭാഗങ്ങൾ മറ്റേ പുഴക്ക് ചാരിയിട്ട് തോണിന് ചാരിയിട്ടുള്ള ഭാഗങ്ങളാണ് കൂടുതൽ കിട്ടുന്നത്. എങ്കിലും മീൻപിടുത്തക്കാരുടെ നീണ്ട നിര പാടങ്ങളിൽ കാണാം. മഴയിൽ പുഴയിൽ നിന്നും തോടുകളിൽ നിന്നും പാടത്തേക്ക് കയറുന്നതാണ് മീനുകൾ. സ്കൂൾ അവധി ദിവസങ്ങളിൽ കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഒന്നിച്ചു പാടത്തേക്ക് ഇറങ്ങുന്നത് പഴയകാല ഗ്രാമക്കാഴ്ചകൾ കൂടിയാണ്. CCN പെരിന്തൽമണ്ണ. പ്രവർത്തനരഹിതമായ ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിലെ ഹൈമാസ്റ്റ് ലൈറ്റ് നന്നാക്കാത്ത നഗരസഭാ ഭരണത്തിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് MM ഷാജി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിന്റെ ഭാഗമായി യുവമോർച്ച മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ കേടായ ഹൈമാസ്റ്റ് ലൈറ്റിൽ റീത്ത് വച്ചു. ആ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൗൺ കേന്ദ്രത്തിൽ ബസ് സ്റ്റാൻഡിലെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് പോലും ശരിയാക്കാൻ വേണ്ടി സാധിക്കാത്ത ഇടതുപക്ഷ ഭരണ സംവിധാനത്തിനെതിരെയാണ് യുവമോർച്ച ഇന്നിവിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബൾബ് നന്നാക്കുവാൻ വേണ്ടി പോലും സാധിക്കാതെ ചെർപ്പുളശ്ശേരിയിലെ ജനതയെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ ലൈറ്റ് നന്നാക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് യുവമോർച്ച അറിയിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് VS സ്മിത, ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കണ്ണാട്ടിൽ, T കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുളക്കാട്ട് കുറിശി അണ്ണടമ്പിൽ നീലമംഗലം റോഡ് നാടിന് സമർപ്പിച്ചു. 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയത്.
റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ ബാക്കി തുക കൂടി അനുവദിക്കുമെന്ന് MP ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു. ഇപ്പോൾ നമ്മൾ PMGSY പദ്ധതിയിൽ പുതിയതായിട്ട് PMGSY 4ാം ഘട്ടം 5 വർഷത്തെ പദ്ധതിയാണ്. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഈ മണ്ണിട്ട റോഡ്, അതായത് ഒരിക്കലും ടാർ ചെയ്യാത്തതോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാത്തതോ ആയിട്ടുള്ള മണ്ണ് റോഡുകൾ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പലരോടും ഞാൻ ചോദിച്ചപ്പോൾ പഞ്ചായത്തിലും ബ്ലോക്കിലും എല്ലാവരോടും ചോദിച്ചു പറഞ്ഞു, മണ്ണ് റോഡോ അതൊന്നും ഇവിടെ ഇല്ല, ടാറ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, കോൺക്രീറ്റ് കേടുവന്നുണ്ട്, അത് നേരാക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കണക്കെടുക്ക്, പഞ്ചായത്തിലൊക്കെ എത്ര റോഡുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ നിബന്ധന ഉണ്ട്, 8 മീറ്റർ വീതി വേണം, ചുരുങ്ങിയത് 500 മീറ്റർ നീളം വേണം. എത്ര കിലോമീറ്റർ ആയാലും കുഴപ്പമില്ല, 500 മീറ്റർ താഴെയുള്ളത് എടുക്കില്ല. അങ്ങനെ 500 മീറ്റർ നീളം ചുരുങ്ങിയതുള്ളതും 8 മീറ്റർ വീതിയുള്ളതും ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞു. എല്ലാ സ്ഥലത്തും മീറ്റിംഗ് വിളിച്ചും ആലോചിച്ചും ചർച്ച ചെയ്തും വന്ന് നോക്കുമ്പോൾ 300-ലധികം റോഡ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എനിക്ക് കിട്ടി. എങ്ങനെയാണ് മണ്ണ് റോഡ് എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ അവസാനം 252 റോഡുകൾക്ക് പ്രൈമറി അപ്രൂവലായി. ആദ്യഘട്ടം 252 റോഡ് 500 മീറ്ററിൽ കൂടുതലാണ്. 5ഉം 6ഉം കിലോമീറ്ററുള്ള റോഡുണ്ട്. 8 മീറ്റർ എല്ലായിടത്തും 7.5 എന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തും വീതി കൂട്ടി കിട്ടും. അപ്പം അത്ര റോഡുകൾ മണ്ണ് റോഡുകളായിട്ട് ഈ മണ്ഡലത്തിൽ മാത്രമുണ്ട്. അപ്പോൾ കേരളത്തിൽ 20 സ്ഥലത്തും കൂടി കഴിഞ്ഞാൽ എത്ര ആയിരം റോഡുണ്ടാവും. ചടങ്ങിൽ കല്ലംപറമ്പിൽ കുടുംബം ഖാദി ബോർഡിന് സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്തിന്റെ ആധാരം MP കൈമാറി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ലീല സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK രാധിക, കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മുൻ പ്രോജക്ട് ഓഫീസർ കൃഷ്ണ സലീം, കുളക്കാട്ടുകുറിശി ക്രിസ്തുരാജ LP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസി എന്നിവർ ആശംസകൾ നേർന്നു. സമയബന്ധിതമായി പണി പൂർത്തിയാക്കിയ കോൺട്രാക്ടർ രാജേഷിനെ MP അഭിനന്ദിച്ചു. രാധ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് 500 രൂപയുടെ കൂപ്പണുകൾ വിതരണം ചെയ്തു. 245 കുടുംബങ്ങൾക്കാണ് ഈ സഹായം ലഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒരു വർഷത്തിൽ നമ്മൾ ഈ പദ്ധതി നടപ്പിലായിക്കൊണ്ടിരുന്നത്. അതിനൊന്നും നമുക്കൊരു പ്രയാസമല്ല, നിങ്ങളെ ചികിത്സിക്കുകയും ആശ്വസിപ്പിക്കുകയും വേണം. പക്ഷേ അവിടേക്ക് ഒരു വാഹനം തരണമെങ്കിൽ, പാലിയേറ്റീവിന് ഒരു വാഹനം തരണമെങ്കിൽ MLAക്ക് കഴിയില്ല, MP-ക്ക് കഴിയില്ല. കാരണം അവർക്ക് കഴിയുന്നത് ഒരു ആംബുലൻസ് കൊടുക്കാം എന്നുള്ളതാണ്. ആംബുലൻസ് കൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമുക്ക് ഇവിടെ ജേനി ആണെങ്കിലും അശ്വതി ആണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും ഡോക്ടർമാരെല്ലാവരും കൂടി അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുടെ വീട്ടിൽ ചെന്ന് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും കൊടുത്ത് കുളിപ്പിച്ച് മുറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി ഉണക്കി ഇങ്ങനെ വീടുകളിൽ എത്താൻ വേണ്ടുന്ന ഒരു വാഹനമാണ്. കൺസ്യൂമർ ഫെഡിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഈ കൂപ്പണുകൾ ഉപയോഗിക്കാം. ഓഗസ്റ്റ് 31 വരെയാണ് കൂപ്പൺ ഉപയോഗിക്കാനുള്ള സമയം. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KK ഷൌക്കത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊമ്പ്ര, പഞ്ചായത്ത് അംഗങ്ങളായ M മോഹനൻ, EP ബഷീർ, C വിജിത, K രജിത, C ചാമി, ഫസീല നൌഷാദ്, നിഷാരാമൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ KE ഇന്ദിര എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 7-8 വാർഡുകളിലെ 50 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ പൊന്നോണ നാളിൽ നമ്മുടെ മാവേലിയെ ഓർക്കുന്ന പോലെ തന്നെ കേരളത്തിൽ ഒരുപക്ഷെ മാവേലിയെ പോലെ നല്ലൊരു ഭരണം കാഴ്ചവെച്ച വർത്തമാനകാല മാവേലിയാണ് ഉമ്മൻചാണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ കൂടി ഓർക്കാൻ അവർ എടുത്ത തീരുമാനം എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിന് ഉചിതമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആദ്യമായി അവസരം വിനിയോഗിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം നമുക്ക് ഓർമ്മ വരികയാണ്. 2 ടേമിലായി ഇരട്ടച്ചങ്കൻ്റെ ഗവൺമെൻറ് രാജ്യം ഭരിക്കുകയാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുകയാണ്.
ഈ 2-5 വർഷമായി നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ അവസ്ഥ? നമ്മുടെ നാട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് ഉടുതുണിക്ക് മറുതുണി കൊടുക്കാനില്ല, നമുക്ക് വേണ്ടത്ര ആഹാരമില്ല. നമുക്ക് ഓർമ്മയുണ്ട്, കർക്കിടക മാസം കാലഘട്ടത്തിൽ ഈ ഇരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഓർമ്മയുണ്ട്, നമ്മൾ എവിടെയാണ് പന വെട്ടണം ചോദിക്കും അല്ലേ? ഈർമ്പന വെട്ടണം നോക്കി പോയി പന വെട്ടിക്കൊടുന്ന് ഇടിച്ച് പനം കൂടി വിരകി തിന്നിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വാങ്ങാൻ പോയിട്ട് ഈ പന എവിടെ വെട്ടണം നോക്കി, അത് ഈ പൂവ് വരയ്ക്കണ പോലെ അല്ലേ, എത്ര സ്വാദില്ലെങ്കിലും ആ പനയോട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഭക്ഷണത്തിന് എന്തായിരുന്നു കാരണം? അത് നമുക്ക് വേറൊന്നും കഴിക്കാനില്ല. അതുകൊണ്ട് നമ്മളെല്ലാം താളും തകരൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു. പിന്നെ എങ്ങനെ നമുക്ക് വയറ് നിറച്ച ആഹാരം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടായി? അത് കോൺഗ്രസിന്റെ സംഭാവനയാണ്. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, DCC സെക്രട്ടറി ഓമന ഉണ്ണി, കെ ഭാസ്കരൻ, VN കൃഷ്ണൻ, C ഭാസ്കരൻ, VK രാധാകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി ഓണം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നന്മ വുമൺസ് വിംഗ്, നന്മ സീനിയർ സിറ്റിസൺസ് ഫോറം, നന്മ കലാവേദി, നന്മ ബാലവേദി, നന്മ വെറ്ററൻസ് ഫുട്ബോൾ ക്ലബ്ബ്, നന്മ സ്പോർട്സ് അക്കാദമി എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത്. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി. വിവിധ കലാപരിപാടികൾ പരിപാടിക്ക് മാറ്റുകൂട്ടി. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരളി സദനമാകും കേരളം. പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ, മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസ പൂക്കളങ്ങളാടും. ചിരിയടിച്ചാട്ടെ മഴക്കുളിച്ചാട്ടെ നിന്നാട്ടെ കണ്ണവിൻ കണ്ണാട്ടിയിൽ തെളിയും വാദ്യങ്ങളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ CCN
ചെറുപ്പുളശ്ശേരി. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത്, അരിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ട്രസ്റ്റ് ആസ്ഥാനത്ത് സൗജന്യ ആയുർവേദ പരിശോധനയും ഔഷധ വിതരണവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഇർഷാദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ മുഹമ്മദ് അലി പാറയിൽ, റഫീന മുത്തനിൽ, റഷീദ പുളിക്കൽ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഹിയാനത്ത് പദ്ധതി വിശദീകരണം നടത്തി. ഡോക്ടർ ഷെറിൻ ഷംസു, ഡോക്ടർ ദിവ്യ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ആശുപത്രി ജീവനക്കാരായ വരുൺ, റംല എന്നിവർ ഔഷധ വിതരണം നടത്തി. ട്രസ്റ്റ് സെക്രട്ടറി ഇ ദാമോദരൻ നമ്പീശൻ സ്വാഗതവും പ്രസിഡന്റ് ശ്രീജ ജയരാജൻ നന്ദിയും പറഞ്ഞു. 80 പേർ വൈദ്യപരിശോധനയ്ക്കായി ക്യാമ്പിൽ എത്തിച്ചേർന്നു. ട്രസ്റ്റി ബോർഡ് മെമ്പർമാരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. പുനരുദ്ധാരണത്തിനൊരുങ്ങുന്ന മണ്ണാർക്കാട് പുതുക്കുടി ആപത്തുകാത്ത മഹാഗണപതി ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ഉദ്ഘാടനം നിർവഹിച്ചു. ഇറങ്ങി വരുമ്പോ ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളി മുഖ്യാതിഥിയായിരുന്നു. മലബാർ ദേവസ്വം കമ്മീഷണർ ബിജു, ദേവസ്വം ബോർഡ് അംഗം A രാമസ്വാമി എന്നിവരുൾപ്പെടെ ദേവസ്വം ബോർഡ് ഭാരവാഹികളും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ആദ്യപടിയാണ് തറക്കല്ലിടൽ ചടങ്ങ്. CCN മണ്ണാർക്കാട്. മലപ്പുറം ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള സംസ്ഥാനതല ക്വിസ് മത്സരം സെപ്റ്റംബർ 13 നടക്കും. ബ്രെയിൻബോ എന്ന പേരിൽ നടക്കുന്ന പരിപാടി ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപാണ് നയിക്കുക. ഏതായാലും 50ാം വാർഷികത്തിന്റെ വിവിധ പരിപാടികളാണ് നമ്മൾ ഈ വർഷം കൊണ്ടാടാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സെപ്റ്റംബർ 13-ാം തീയതി സംസ്ഥാനതലത്തിൽ തല ക്വിസ് മത്സരമാണ്. ബ്രെയിൻബോ എന്നൊരു പേര് കൊടുത്തിട്ടാണ്, തലക്കെട്ടിലാണ് സംസ്ഥാനതല ക്വിസ് മത്സരം നടക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിന്റെ നേതൃത്വത്തിലാണ്. അക്ഷരപ്പെയ്ത്തിൻ 50 ആണ്ട് എന്ന ശീർഷകത്തിൽ ഒരു വർഷം നീളുന്ന വ്യത്യസ്ത പരിപാടികളോടെയാണ് സ്കൂളിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി 50 ആണ്ട് 50 ഇനം കൃഷി എന്ന പേരിൽ വ്യത്യസ്തമായ കൃഷികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ 4-ന് മയക്കുമരുന്ന് ലഹരിക്കെതിരെ ദേശീയ ഹാഫ് മാരത്തോൺ നടക്കും. ഒക്ടോബർ 11-ന് വിദ്യാലയത്തിലെ മുഴുവൻ പൂർവ്വ അധ്യാപകരും കുടുംബാംഗങ്ങളും സംഗമിക്കുന്ന പൂർവ്വ കുടുംബ സംഗമം നടക്കും. നവംബർ 7, 8, 9 തീയതികളിൽ നടക്കുന്ന ചേലേമ്പ്ര ലിറ്ററേച്ചർ ഫെസ്റ്റിൽ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, ബുക്ക് ഫെസ്റ്റ്, ഭക്ഷ്യമേള, തൊഴിൽമേള, റോബോട്ടിക് മേള, അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവയും CLF-ന്റെ ഭാഗമായി ഉണ്ടാകും. ഡിസംബറിൽ സംസ്ഥാനതല ഫുട്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കും. 2026 ജനുവരി 10-ന് വിദ്യാലയത്തിലെ 50 വർഷം മുൻപ് മുതലുള്ള അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും സംഗമിക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കും. ജനുവരി 11-ന് ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനത്തിൽ സിനിമാ സാഹിത്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാവതരണങ്ങളും മെഗാ ഷോയും ഉണ്ടാകും. അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നു. ജനുവരി 10-ന് സമ്പൂർണ്ണ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം, 50 വർഷത്തോളം പഠിച്ചുപോയ കുട്ടികളുടെ ഒരു സംഗമമാണ് നടക്കുന്നത്. ജനുവരി 11-ന് സമാപന സമ്മേളനം കൂടി സംഘടിപ്പിക്കുന്നു. വിവിധ കലാപരിപാടികൾ വെച്ചുകൊണ്ട് തന്നെ ഒരു മുഴുവൻ ദിവസ സമാപന പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ K. സിജു, നവാസ് നീലാട്ട്, KV ഷാജി, KR ശ്രീഹരി, V. അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക സമൃദ്ധിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി നാളെ തിരുവോണം. കാണം വിറ്റും ഓണം ഉണ്ണാൻ മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലായിരുന്നു. ഓരോ ഉത്രാട നാളും മലയാളികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ആഘോഷത്തിന്റെ ഓണമാണ്.
കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള ഒന്നാംഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ നിർവഹിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുളക്കാട്ട് കുറിശി അണ്ണടമ്പിൽ നീലമംഗലം റോഡ് നാടിന് സമർപ്പിച്ചു. 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയത്. പ്രവർത്തനരഹിതമായ ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിലെ ഹൈമാസ്റ്റ് ലൈറ്റ് നന്നാക്കാത്ത നഗരസഭാ ഭരണത്തിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് MM ഷാജി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.